നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് നാളെ, അതായത് ശനിയാഴ്ച രാവിലെ 12 മണിക്ക് നടക്കാൻ പോകുന്ന ബുണ്ടസ്ലീഗ മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസുമാണ്. അപ്പോൾ ഒത്തിരി ടൈമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇൻഫോർമേഷൻ സെക്യൂർ ചെയ്തിട്ട് നാളെ ഒരു GL മസ്റ്റായിട്ട് ആരെങ്കിലും അടിക്കണം. അതിനു മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എൻ്റെ ഇന്നലത്തെ വീഡിയോ പ്രഡിക്ഷൻസിനെ ബേസ് ചെയ്തിട്ട് ഞാൻ RP ലെഗ്സ്പീക്കിൻ്റെ മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഇന്നലെ മാച്ചിൽ ഒരു GL എങ്കിലും അടിക്കാനായിട്ട് ചാൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ വീഡിയോയിൽ ഒരു 3-4 പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിക്കിനെ ട്രൈ ചെയ്യണം. അതുപോലെ അവരുടെ ഡിഫൻഡറിൻ്റെ കാര്യം, ക്ലോസ്ട്രാമണിയുടെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിക്കിൻ്റെ കാര്യം, ടീമോ വെർണറിനെ നിങ്ങൾ SL ട്രൈ ചെയ്ത് കഴിഞ്ഞാലും GL നിങ്ങൾ ഷിക്കിനെ മസ്റ്റ് എന്നുള്ളൊരു 10 പ്രാവശ്യം ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കേട്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം ആരും ആ വീഡിയോയ്ക്ക് ഒന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെയാണ് മാച്ചിൻ്റെ ഡീറ്റെയിൽസ് കണ്ടത്. ഞാൻ ഒത്തിരി ഷോക്കായിപ്പോയി. കാരണം അറ്റ്ലീസ്റ്റ് ഒരു കമൻറ്റെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു, ഒരാളുടെ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്തിട്ടുള്ളവരാണെന്നുള്ളത്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഒട്ടും ഒരു റെസ്പോൺസ് നിങ്ങളുടെ നിന്ന് കിട്ടാതിരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ഡിസപ്പോയിൻമെൻറ്റ് തോന്നുന്നുണ്ട്. കാരണം ഈവൻ ഈ ചാനൽ ഒരു ബിസിനസ് പർപ്പസ് എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സുഖമായി എൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷിലോട്ട് മാറ്റാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി ഫോളോവേഴ്സും അതുപോലെ ഒത്തിരി വാച്ച് ടൈമും കിട്ടും. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാതെ എൻ്റെ ലാംഗ്വേജ് മലയാളം തന്നെ ആക്കിയിരിക്കുന്നത് എനിക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടമുള്ളതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ ആരും തന്നെ ഈ ഒരു ചാനലിനോട് ഒരു ലോയൽറ്റിയും കാണിക്കുന്നില്ല. കാരണം മാച്ച് കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു GL അടിച്ചിരിക്കും. പിന്നെ ഹെർത്തയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, പിയാടെക് കളിക്കും എന്നുണ്ടെങ്കിൽ പിയാടെക്കിനെ എടുക്കണം. കാരണം പിയാടെക് ഗോൾ അടിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് പെർസെൻറ്റേജ് സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഈ പിയാടെക്കിൻ്റെയും ഷിക്കിൻ്റെയും ക്ലോസ്ട്രാമണിയുടെയും കാര്യം ഞാൻ ഒരു 3-4 പ്രാവശ്യം എടുത്തു പറഞ്ഞു. എസ്പെഷ്യലി ഷിക്കിൻ്റെയും അതുപോലെ പിയാടെക്കിൻ്റെയും കാര്യം ഞാൻ എടുത്തു പറഞ്ഞു. അവരുടെ മാച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ ഇൻഫ്ലുവൻഷ്യൽ പ്ലെയേഴ്സ് ആണെന്നുള്ളത് ഞാൻ എടുത്തു പറഞ്ഞു. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കിപ്പോൾ ഡൗട്ടായിരിക്കുന്നു. കാരണം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് റെസ്പോണ്ട് ചെയ്തേനെ. അപ്പോൾ നിങ്ങൾ തന്നെ പറയാം, ഞാൻ ഇനി വീഡിയോ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ പറയുക. കാരണം ഒരു റെസ്പോൺസും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നത്? എന്തായാലും എനിക്കൊരു ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും. നിങ്ങൾക്ക് കാണണോ വേണ്ടിയെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദയവായിട്ടും അതിനൊരു റെസ്പോൺസ് എന്തായാലും ദയവായിട്ട് വേണം. കാരണം അത്രയധികം എഫേർട്ട് ഇട്ടാണ് ഞാൻ ഈ വീഡിയോ എപ്പോഴാണെങ്കിലും ചെയ്യുന്നത്. ഒത്തിരി ഇൻഫോർമേഷൻസ് ഒത്തിരി സോഴ്സസ് നിന്ന് എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ദയവായിട്ട് എൻ്റെ എഫേർട്ടിന് നിങ്ങളൊരു റെസ്പോൺസ് എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് ഒരു കമൻ്റ് എങ്കിലും നിങ്ങൾ ദയവായിട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പോട്ടെ. എല്ലാവർക്കും ആരും ഇവിടെ ദൈവമല്ല. ആരും പ്രഡിക്ഷൻ തരാൻ ആരും ദൈവമല്ല. ഞാനും ദൈവമല്ല. Nobody is God to predict everything. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എനിക്കാണെങ്കിൽ ഫ്ലോപ്പ് സംഭവിക്കാം. അത് നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാം. നിങ്ങൾ പറയാം, നിങ്ങളുടെ ടീംസ് ഫ്ലോപ്പ് ആയിരുന്നു, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. അതിന് നിങ്ങൾ മടിക്കേണ്ട കാര്യം എന്താണ്? കാരണം ഞാനിവിടെ 10 മാച്ച് കളിക്കുന്നെങ്കിൽ 10 മാച്ചും GL അടുപ്പിക്കാമെന്ന് ആരും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ ചാൻസ് ഉണ്ട്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അത് ഏത് മാച്ചാണെന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഇൻഫർമേഷൻസ് തരാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ലോജിക്ക് ആയിരിക്കത്തില്ല നിങ്ങൾ ചിന്തിക്കുന്നത്, എൻ്റെ ലക്കായിരിക്കത്തില്ല നിങ്ങൾക്ക് ഉണ്ടാകുന്ന ലക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്രയധികം ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ദയവായിട്ട് വീഡിയോ കാണുക. എന്താണെങ്കിലും അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദയവായിട്ട് റെസ്പോണ്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ല. അത് വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലെ എനിക്ക് നല്ല ഡൗട്ടായിരിക്കുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. സ്ട്രൈറ്റ് അവേ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്കറിയാം, നാളെ 12 മണിക്ക് നടക്കാൻ പോകുന്ന മാച്ച്, നാളെ മീൻസ് ശനിയാഴ്ച രാവിലെ നടക്കാൻ പോകുന്ന മാച്ച് ഫ്രൈബർഗും ബെയർ ലെവർകുസനും തമ്മിലുള്ള മാച്ചാണ്. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂയിലേക്ക് ഫസ്റ്റ് നമുക്ക് പോകാം. അപ്പോൾ ടോപ്പ് 4ലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ബെയർ ലെവർകുസൻ കുറേ നാളായിട്ട് കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഫ്രൈഡേ നൈറ്റ്, അതായത് സാറ്റർഡേ മോർണിംഗ് എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ഇമ്പോർട്ടൻറ്റ് മാച്ചാണ്. ഫ്രൈബർഗിനെതിരെ അവർക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ. ലെവർകുസൻസ് ഒരു ഹെവി ലോസ് സഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ മാച്ചിൻ്റെ പ്രഡിക്ഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ടോട്ടലി കംപ്ലീറ്റ്ലി ഔട്ട് പ്ലേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. ആ മാച്ച് തിരിഞ്ഞു പോയി കംപ്ലീറ്റ് ആയിട്ട്. 4-1 ഹോം ലോസ് ആണ്, അതും വോൾസ്ബർഗിനെതിരെ. ഹാവറിറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് പ്ലെയറുള്ള ഹാവറിറ്റ്സിന് ഒരു ഒറ്റ ഗോൾ പോലും സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊരു വല്ലാത്തൊരു മാച്ചായിരുന്നു. സോ
ആ ഒരു മാച്ചിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അത് സംഭവിക്കും, ഏതൊരു ടോപ്പ് ടീമിനാണെങ്കിലും ആ ഒരു ഫ്ലോപ്പ് സംഭവിക്കാം. അതിപ്പോൾ ബയൺ മ്യൂണിക്ക് ആണെങ്കിലും ശരി, ഡോട്ട്മണ്ടിലാണെങ്കിലും ശരി. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും റിവേഴ്സ് ക്ലീൻ ഷീറ്റ് എന്നുള്ള രീതിയിൽ എപ്പോഴും എവേ ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെവർകുസനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഹോം ലോസ് അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നമ്മുടെ ഫ്രൈബർഗ് ആണെന്നുണ്ടെങ്കിൽ ഹൈലി ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ടീമാണ്. അവർ കഴിഞ്ഞ മാച്ചിൽ ഫ്രാങ്ക്ഫർട്ടുമായിട്ട് 3-3 ഡ്രോ ആയിട്ടുണ്ട്. 3-3 ഡ്രോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഹൈലി ഗോൾ സ്കോറിംഗ് മാച്ച് ആയിരുന്നു, പക്ഷേ എന്നിരുന്നാലും അതൊരു ഡ്രോ ആയിരുന്നു. അവർക്ക് എന്നിരുന്നാലും ഒരു വിൻ സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരും അതേ രീതിയിലുള്ള ഒരു ഫീലിംഗിലാണ് അവർ വരുന്നത്. അവർക്കും ഈ മാച്ച് എങ്ങനെയെങ്കിലും ജയിക്കണം, ഇതൊരു ഹോം മാച്ച് ആണ് നമ്മുടെ ഫ്രൈബർഗിനെ സംബന്ധിച്ചിടത്തോളം. ഇനി പീറ്റർ ബോയ്സ് സൈഡ്, അതായത് നമ്മുടെ ബെയർ ലെവർകുസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർഡർ ബ്രമനെ ആണെങ്കിലും ബൊറൂസിയ മാംഗിൾബ്ലാച്ചിനെ ആണെന്നുണ്ടെങ്കിലും രണ്ട് എംപാറ്റിക് സ്റ്റൈലിലാണ് അവർ ജയിച്ചിട്ടുള്ളത് കഴിഞ്ഞ 2 മാച്ചസിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവരുടെ 4-1 വിൻ എഗൻസ്റ്റ് ബൊറൂസിയ, അത് വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു വിന്നായിരുന്നു. കാരി ഹാവറിറ്റ്സ് ആയിരുന്നു അതിൽ ടോപ്പ് സ്കോറർ ആയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻറ്റ് മാച്ച് ആയിരുന്നു അന്ന്. അപ്പോൾ ആ ഒരു മൊമെൻറ്റം സത്യം പറഞ്ഞാൽ ഈ ഒരു മാച്ചിൻ്റെ ഡിഫീറ്റോട് കൂടി തന്നെ നഷ്ടപ്പെട്ടു. പക്ഷേ എന്നിരുന്നാലും ബെയർ ലെവർകുസൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടീമാണ്. ഈ മാച്ചിൽ അവർ തന്നെയാണ് ഫേവറേറ്റ്സ്, അവരുടെ ആ ഒരു പൊട്ടൻഷ്യലും കൂടെ വെച്ചിട്ട്. ഇനി വുൾഫ്സ്ബർഗിനെ സംബന്ധിച്ചിടത്തോളം അന്ന് വുൾഫ്സ്ബർഗിൻ്റെ മാക്സിമിലിയൻ അർണോൾഡ് ആണ് ഏറ്റവും കൂടുതൽ സ്കോർ ലൈനിൽ ഹിറ്റ് ചെയ്തത്, ഗോൾ സ്കോർ ചെയ്തു, അതുപോലെ തന്നെ ഒരെണ്ണം അസിസ്റ്റ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിരുന്നു മാക്സിമിലിയൻ അർണോൾഡ് ആ മാച്ചിൽ. അപ്പോൾ അന്നത്തെ സ്റ്റാർ ശരിക്കും പറഞ്ഞാൽ മാക്സിമിലിയൻ അർണോൾഡ് ആയിരുന്നു, ഹാവറിറ്റ്സ് അല്ല. ഇനി ലെവർകുസന്റെ ഒരു കുറച്ച് ആശ്വസിക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാച്ചിൽ ബൊറൂസിയ മാംഗിൾബ്ലാച്ച് 0-0 ആയിരുന്നു വെർഡർ ബ്രമണിനെതിരെ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാച്ച് ലെവർകുസന് ഒത്തിരിയധികം ചാൻസ് ഉണ്ട് തിരിച്ചു കയറാനായിട്ട്. അപ്പം ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഒരുപാട് സ്റ്റാറ്റ്സ് ഞാൻ ഈ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ബോസ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് 1 പോയിന്റ് ആണ് 4th പ്ലേസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മാച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവർ എങ്ങനെയെങ്കിലും ജയിക്കാൻ നോക്കും. ഈവൻ ഒരു ഡ്രോ ആണെങ്കിലും 1 പോയിന്റ് കാരണം അവർ 4th ഇടിച്ചു കയറാൻ ചാൻസ് ഉണ്ട്. സോ വാച്ച് ഔട്ട്. ഇനി ക്രിസ്ത്യൻ സ്ട്രൈറ്റ്സ്, അതായത് ഫ്രൈബർഗ് ആണെന്നുണ്ടെങ്കിൽ ബ്രമൻ്റെ കൂടെ 1-0 ലോസ്റ്റ് ചെയ്തു ഫസ്റ്റ് ഹോം മാച്ചിൽ. പക്ഷേ RB ലൈപ്സിഗുമായിട്ട് അവർ ഡ്രോ ആയിട്ടുണ്ട് എവേ മാച്ചിൽ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ടീമാണ്, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവരുമായിട്ട് ഡ്രോ പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രാങ്ക്ഫർട്ടുമായിട്ടും ഡ്രോ പിടിച്ചിട്ടുണ്ട്. കേപ്പബിൾ ടീമാണ്, ഡെഫിനറ്റ്ലി കേപ്പബിൾ ടീമാണ്. കുറച്ച് റിസ്ക് ഇൻവോൾവ് ആണ്. പക്ഷേ ലെവർകുസനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു കംബാക്ക് എന്നുള്ള രീതിയിൽ കംബാക്ക് മാച്ച് ആവാൻ ചാൻസ് ഉണ്ട് ലെവർകുസൻ്റെ ഫോമിനെ സംബന്ധിച്ചിടത്തോളം. ഫ്രൈബർഗിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാങ്ക്ഫർട്ടിൻ്റെ മാച്ച് ഒത്തിരി ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് റിമെയിൻ ആവുന്നത് വരെ തന്നെ 3-1 ലീഡിലാണ് നിന്നത്. പക്ഷേ ലാസ്റ്റ് 10 മിനിറ്റ്സിലാണ് ലാസ്റ്റ് 2 ഗോൾ കയറി. അപ്പോൾ ഒത്തിരി ഡിസപ്പോയിൻമെൻറ്റിലാണ് ടീം മൊത്തത്തിൽ. അപ്പോൾ 7th പൊസിഷന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിഫ്റ്റിൽ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫ്രൈബർഗ് ഇപ്പോഴും നോക്കുന്നത്. പക്ഷേ നമ്മൾ H2H നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 5 മീറ്റിംഗ്സിലും അവർ വിൻലെസ് ആണ്. ലെവർകുസനെതിരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ലാസ്റ്റ് 2 ഹോം എൻകൗണ്ടർ ഗോൾലെസ് ഡ്രോസ് ആണ്. അപ്പോൾ ഹൈലി റിസ്കി ആയിട്ട് നിങ്ങൾക്ക് 0-0 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് GL ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം, 6 ഡിഫൻഡേഴ്സിനെ വെച്ചിട്ട്. കാരണം 2 ഹോം എൻകൗണ്ടറിൽ ഒരു ഗോൾലെസ് ഡ്രോസ് ആയിരുന്നു 5 മീറ്റിംഗ്സിൽ. ഇതുവരെയും ലെവർകുസനെതിരെ ജയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സീസണിൻ്റെ റിവേഴ്സ് പിക്ചർ ആണെന്നുണ്ടെങ്കിലും ഓൾ സ്ക്വയർ ആണ്, ഒരു 1-1 ആയിരുന്നു. അതിൽ ഗോൾ സ്കോർ ചെയ്തതെന്ന് പറഞ്ഞാൽ മൗസ ഡിയാബിയും അതുപോലെ ലൂക്കാസ് ഹോളറും ആണ് നവംബറിൽ നടന്ന എൻകൗണ്ടറിൽ ഗോൾ അടിച്ചിട്ടുള്ള. ഇനി ഫ്രൈബർഗിൻ്റെ ബുണ്ടസ്ലീഗ ഫോം ആണെന്നുണ്ടെങ്കിൽ ലോസ് വിൻ ലോസ് ഡ്രോ. ബെയർ ലെവർകുസൻ്റെ ബുണ്ടസ്ലീഗ ഫോം ആണെന്നുണ്ടെങ്കിൽ വിൻ ഡ്രോ വിൻ പിന്നെ ലാസ്റ്റ് മാച്ച് ലോസ്. ഇനി എല്ലാ കോമ്പറ്റീഷനും ബെയർ ലെവർകുസൻ്റെ ഫോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിൻ ലോസ്, ലാസ്റ്റ് മാച്ച് ലോസ് ആയി. ഇനി ലിവർകുസനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്. കെവിൻ വോളന്റ്, അവരുടെ ഇഞ്ചേർഡ് പ്ലെയറായ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറായ കെവിൻ വോളന്റ് ട്രെയിനിങ്ങിന് റിട്ടേൺ ചെയ്തു. ആംഗിൾ ഇഞ്ചുറിയാണ് പുള്ളിക്ക്. പക്ഷേ ഈ ഒരു മാച്ചിലും പുള്ളി കളിക്കുക എന്നുള്ളത് വളരെ ഒരു ടഫ് ചോയ്സാണ്. കാരണം ഇത്രയും പെട്ടെന്ന് പുള്ളിയെ കളിപ്പിക്കുക എന്നുള്ളത് ഡൗട്ടാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു ബെഞ്ചിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് കളിപ്പിക്കാനായിട്ട് ചെറിയൊരു ചാൻസ് ഉണ്ട്. ട്രെയിനിങ്ങിന് വന്നതേ ഉള്ളൂ. പക്ഷേ
ഏർലി ഡേയ്സ് ആയതുകൊണ്ട് തന്നെ മാനേജർ റിസ്ക് എടുക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. അതുപോലെ ജോണതൻ ടാ ബെഞ്ചിലായിരുന്നു കുറച്ച് നാൾ ഉണ്ടായിരുന്ന ബാക്ക് ഇഞ്ചുറി ആയിട്ട്. പക്ഷേ ജോണതൻ ടാ ചിലപ്പോൾ പ്രോബബിൾ ലിസ്റ്റിൽ കാണുന്നുണ്ട്, ചിലപ്പോൾ കളിക്കാൻ ചാൻസ് ഉണ്ട്. ജേട്ടോ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്. അതുപോലെ സ്കിപ്പറും ലാർസ് ബെൻഡർ, പുള്ളിയും ഫുഡ് പ്രോബ്ലം കാരണം മിസ്സിംഗ് ആണ്, ഇൻജേർഡ് ആണ്. ഇനി ബോസിനെ സംബന്ധിച്ചിടത്തോളം ഹാവറിറ്റ്സ് തന്നെയായിരിക്കും ലീഡ് ചെയ്യുന്നത്, വേറെ ഡൗട്ടൊന്നുമില്ല. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൂക്ക വാൽഷ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെമൻ്റെ കൂടെ ഉള്ളൊരു മാച്ചിൽ ആംഗിൾ പ്രോബ്ലം കാരണം പുള്ളി ഔട്ടാണ്. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്ലെയർ ആയിരുന്നു വാൽഷ്മിറ്റ്, പക്ഷേ ഇൻജേർഡ് ആണ്, കളിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ അറ്റാക്കർ ജാനിക് ഹാബർ കളിക്കാനായിട്ട് ചെറിയൊരു ചാൻസേ ഉള്ളൂ. ഇനി പ്രോബബിൾ ലൈൻ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷ്കോലോ, ഫ്രൈബർഗിൻ്റെ ഷ്കോലോ, ഗുൽഡെ, ഗ്യുൻഹാർട്ട്, ഹെയ്ൻസ്, ഷിമ്മിറ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്. കോച്ച് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്. ഹോഫ്ലർ ഇമ്പോർട്ടൻറ്റ്. ഗുണ്ടർ, ഗ്രിഫോ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ. പീറ്റേഴ്സൺ അവരുടെ ബെസ്റ്റ് പ്ലെയർ ആണ്. പിന്നെ ഹോളറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്ലെയർ ആണ്. ഔട്ടെന്ന് പറയാൻ കൺഫേം ചെയ്ത് പറയാനായിട്ട് കുബ്ലറാണ് നീ ഇഞ്ചുറി. ഡൗട്ട്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഹാബറും റാവട്ടും ആണ്, മസ്കുലർ ഇഞ്ചുറിയും ആംഗിൾ ഇഞ്ചുറി ആയിട്ട്. ഇവിടെ കോച്ച് ക്രിസ്ത്യൻ സ്ക്രേച്ച് ആണ്. ഇനി അതേപോലെ ലെവർകുസൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹറാറ്റ്സ്കി, താ, എസ് ബെൻഡർ, താപ്സോവ, എസ്ത ഞാൻ പറഞ്ഞല്ലോ ചാൻസ് ഉണ്ട് കളിക്കാനായിട്ട്. പിന്നെ അമീറി, അരാങ്വേസ്, ബോട്ടിംഗ്ലർ, സിംഗ് ഗ്രാവൻ, ഹാവറിറ്റ്സ്, അലാരിയോ, ഡിയാബി. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ടീം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇനി ഇതിൽ ഡെഫിനറ്റ്ലി ഔട്ട് എന്ന് വേണം നമുക്ക് പറയാം, വോളന്റ് ഔട്ടാണ്. ബട്ട് ഞാൻ പറഞ്ഞു ചെറിയൊരു ചാൻസ് ഉണ്ട് കളിക്കാനായിട്ട്. പിന്നെ ഡൗട്ട്ഫുൾ എന്നുള്ള രീതിയിൽ എൽബെൻഡർ ഡൗട്ടാണ്. ഇനി മാച്ച് സ്റ്റാറ്റ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈബർഗ് ലാസ്റ്റ് 9 മാച്ചസിൽ നിന്ന് ഒരൊറ്റ പ്രാവശ്യമാണ് ജയിച്ചിട്ടുള്ളത്. അതുപോലെ ലാസ്റ്റ് 5 നിന്നൊരൊറ്റ സ്കോർ മാത്രമേ അവർക്ക് വന്നിട്ടുള്ളൂ. പക്ഷേ അൺബീറ്റൺ ആണ് ലാസ്റ്റ് 6 ഹോം മീറ്റിംഗ്സിൽ. 2 വിൻസ്, ഡ്രോ 4. കൂടുതലും ഡ്രോസ് ആണ് ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. പിന്നെ സ്ട്രൈറ്റ് സൈഡിൻ്റെ ഒരു ഹോം അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 13 ക്ലാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇതുവരെയും ലോസ്റ്റ് ആയിട്ടില്ല. 13 ടീമിൻ്റെ എല്ലാം ഡ്രോ ആണ്, പക്ഷെ അവർ ജയിച്ചിട്ടില്ല. അതാണ് അവരൊരു കാര്യം. ഡ്രോ ആനാണ് കൂടുതൽ ചാൻസ് ഞാൻ കാണുന്നത്. ഒരു 1-1, 2-2, 0-0 ഇതെല്ലാം പോസിബിൾ ആണ്. പീറ്റേഴ്സനെ സംബന്ധിച്ചിടത്തോളം പീറ്റേഴ്സൺ ലെവർകുസനെതിരെയാണ് ബുണ്ടസ്ലീഗ ഡെബ്യൂട്ട് കളിച്ചിട്ടുള്ളത്. പിന്നെ ലെവർകുസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബീറ്റൻ ആണ് അഗൻസ്റ്റ് ഫ്രൈബർഗ് ലാസ്റ്റ് 5 മാച്ചസിൽ, അതായത് ഹോം അല്ല മൊത്തത്തിൽ. പക്ഷേ ഈ ഒരു സ്റ്റേഡിയത്തിൽ, അതായത് അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ ഇതുവരെയും അവർക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല സിൻസ് ഒക്ടോബർ 2011. സോ എൻ്റെ ഒരു മനസ്സ് പറയുന്നത് 1-1, 2-2. പിന്നെ ഗോൾസ് ഒട്ടും സ്കോർ ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് അങ്ങനെ 0-0 എന്ന് പറഞ്ഞാൽ ഹൈലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു സ്കോർ ലൈനാണ്. പക്ഷേ ഗ്രാൻഡ് ലീഗിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ 1-1ഉം 2-2 എന്നുള്ള സ്കോർ ലൈനും നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. ലാസ്റ്റ് മാച്ചിനെ സംബന്ധിച്ചിടത്തോളം 3-3 ആണ്. അപ്പോൾ 3-3 അതുപോലെ തന്നെ 3-3 ഒക്കെ ഹൈലി ഇമ്പോസിബിൾ ആയിട്ടുള്ള സ്കോർ ലൈനാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ GL എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇനി കെവിൻ വോളന്റ് ആണ് അവരുടെ ബെസ്റ്റ് പ്ലെയർ. ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു 7 ഗോൾസും അതുപോലെ 3 അസിസ്റ്റും എഗൻസ്റ്റ് ഫ്രൈബർഗ്. അപ്പോൾ ഫ്രൈബർഗിനെതിരെ കെവിൻ വോളന്റ് സപ്പോസ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കെവിൻ വോളന്റ് ഡീഫോൾട്ട് ചോയ്സ് ആണ് GLൻ്റെ ക്യാപ്റ്റനായിട്ട്. കെവിൻ വോളന്റ് ഓൾറെഡി നല്ലൊരു പ്ലെയർ ആണ്, പക്ഷേ ഫ്രൈബർഗിനെതിരെ പ്രത്യേക ഒരു സ്റ്റാറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എടുത്തു വയ്ക്കുക. പിന്നെ ഹാവറിറ്റ്സിൻ്റെ ഒരു സ്റ്റാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവറിറ്റ്സ് 1 ഗോളോ 1 അസിസ്റ്റോ ലാസ്റ്റ് 6 മീറ്റിംഗ്സിൽ ഈ ഗെയിമിനെതിരെ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ SL ക്യാപ്റ്റൻ വെച്ചിരുന്നാൽ നിങ്ങൾക്ക് GL ഒരു 11 ടീമിൽ ഒരു 5-6 ടീമിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹാവറിറ്റ്സിനെ അവോയ്ഡ് ചെയ്യാം GL എന്നുള്ള രീതിയിൽ. ഓക്കെ, കാരണം ഹാവറിറ്റ്സിൻ്റെ സ്റ്റാറ്റ് എഗൻസ്റ്റ് ഫ്രൈബർഗ് ലാസ്റ്റ് 6 മീറ്റിംഗ്സിൽ അത്രയും സെക്യൂർ ആയിട്ടുള്ളൊരു റേറ്റിംഗ് അല്ല കാണുന്നത്. ഇനി എൻ്റെ ഒരു നിഗമനം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 ആണ് വരാൻ പോകുന്ന സ്കോർ ലൈൻ. ഒരു SL എന്നുള്ള രീതിയിലാണ് നിങ്ങളിത് വയ്ക്കേണ്ടത് 1-2.
ഇനി എൻ്റെ GL സ്കോർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-1 പോസിബിൾ ആണ്, ഇനി 2-2 പോസിബിൾ ആണ്, 2-3 പോസിബിൾ ആണ്, 0-1 പോസിബിൾ ആണ്, 1-0 റിവേഴ്സ് ക്ലീൻ ഷീറ്റും പോസിബിൾ ആണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഹൈലി റിസ്കി ആയിട്ടുള്ള 0-0യും പോസിബിൾ ആണ്. ഇനി GL പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലാരിയോ പുണ്ടാണ്, ലെസ് പെർസെൻറ്റേജ് സെലക്ഷൻ ആണ്. ഹോളർ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്, വളരെ ആരും സെലക്ട് ചെയ്തിട്ടില്ല, ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്. ഹോഫ്ലർ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്. അരാങ്ക്വസ് കുറേ എല്ലാവരും അവോയ്ഡ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. സപ്പോസ് ഗോൾ സ്കോറിങ് ഇതുവരെയും ചെയ്തിട്ടില്ല, പക്ഷേ ഇന്നലെ ആ കിമ്മിച്ച് സ്കോർ ചെയ്തതുപോലെ ഒരൊറ്റ ഗോളിലാണ് അവർ കിടക്കുന്നതെങ്കിൽ ചിലപ്പോൾ അരാങ്ക്വസ് ആയിരിക്കാം സ്കോർ ചെയ്യാൻ പോകുന്നത്, ഒന്നും പറയാൻ പറ്റില്ല. ഡിയാബിക്ക് സ്പെഷ്യലി എഗൻസ്റ്റ് ഫ്രൈബർഗിന് ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് പോലെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ബിഗ് പുണ്ട് എന്നുള്ളതിൽ പറയുന്നത്. ഇനി വാൽഷ്മിറ്റ് ആക്ച്വലി ഇഞ്ചേർഡ് ആണ്, ഇപ്പോൾ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ വാൽഷ്മിറ്റ് ഒരു പ്ലെയർ നല്ലൊരു പ്ലെയർ ആണ്. ഇനി വോളൻ്റ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ വോളനിലെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. പീറ്റേഴ്സിനെയും ഹാവറിറ്റ്സിനെയാണ് ഡെഫിനറ്റ്ലി എല്ലാവരും SL എടുക്കാൻ പോകുന്നത്. ഇനി അവരുടെ ഒരു കൂടുതൽ അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ ഹോമിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈബർഗിൻ്റെ ലാസ്റ്റ് ഇത്രയും 5 മീറ്റിംഗ്സിൽ 2 കളിയിൽ നിന്ന് അവർ ജയിച്ചിരിക്കുന്നത്, ബാക്കി 5 കളിയിൽ 3 കളിയിലും തോറ്റിട്ടുണ്ട്. ഇനി എവയുടെ കാര്യം പറയുകയാണെങ്കിൽ ലെവർകൂസൻ ലാസ്റ്റ് ഒരു മാച്ചിൽ മാത്രമാണ് ലോസ് ആയിട്ടുള്ളത്, ബാക്കി 5 എണ്ണത്തിൽ 1 ഡ്രോ, ബാക്കി 3 വിന്നാണ്. അപ്പോൾ അഡ്വാൻറ്റേജ് ലെവർകൂസൻ്റെ സൈഡിലാണ്. ഇനി ബെറ്റിംഗ് ഓഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.66 ആണ് ലെവർകൂസൻ്റെയും, 4.60 ആണ് ഫ്രൈബർഗിനെയും. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സ് എന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെയർ ലെവർകൂസൻ ഫ്രൈബർഗ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് കളിക്കുന്ന ഒരു ടീമാണ്. ലക്ക് മാത്രമാണ് അവരെ ഫേവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ടോപ്പ് സ്കോർ എന്നുള്ള രീതിയിൽ ഗോൾ കീപ്പേഴ്സാണ് അവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം കൂടുതലും ഡ്രോസ് ആണ് ഈ ടീം സെക്യൂർ ചെയ്യുന്നത്, വിന്നിനേക്കാളും ലോസിനേക്കാളും കൂടുതൽ ഡ്രോസ് ആണ് ഈ ടീമിനുള്ളത്. അപ്പോൾ അതൊരു കാര്യം നിങ്ങൾ എടുത്തു നോക്കേണ്ട കാര്യമാണ്. അവരുടെ ഗോൾ കീപ്പറാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ മാനുവൽ ഗുൾഡെ, പിന്നെ ക്രിസ്ത്യൻ ഗുണ്ടർ, നിൽസ് പീറ്റേഴ്സൺ, വിൻസെന്റ് ഗ്രിഫോ, റോബിൻ കോച്ച്, നിക്കോളാസ് ഹോഫ്ലർ, ഡൊമിനിക് ഹെയ്ൻസ്, ഷാങ് ഹുൻ ഖ്വാൻ. അതുപോലെ ഗോൾസിൻ്റെ കാര്യത്തിലാണെങ്കിൽ നീൽസ് പീറ്റേഴ്സൺ ആണ് അവരുടെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ, പിന്നെ ലൂക്കാസ് ഹോളർ, പിന്നെ ലൂക്ക വാൽഷ്മിറ്റ് ഞാൻ പറഞ്ഞു, പിന്നെ ജോണതൻ ഷിമിറ്റ്, പിന്നെ വിൻസെന്റ് ഗ്രിഫോ ഇമ്പോർട്ടൻറ്റ്, ഗുണ്ടർ, ഹാബർ. ഇനി അസിസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്രിസ്ത്യൻ ഗുണ്ടറിനെ കാണാം, ഗ്രിഫോ ഞാൻ അതാ പറഞ്ഞു, ഗ്രിഫോ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ്. ഹോളർ നിങ്ങൾക്ക് ഇവിടെ ഹോളറിനെ കാണാം, പീറ്റേഴ്സൺ, പിന്നെ സ്കിമ്മഡ്, വാൽഷ്മിറ്റ്. ഇനി നമുക്ക് നോക്കുക പെനാൽറ്റി നോക്കുകയാണെങ്കിൽ ലൂക്ക വാൽഷ്മിറ്റ് ആണ് എടുത്തുകൊണ്ടിരുന്നത്, പക്ഷേ ഇഞ്ചുർഡ് ആയതുകൊണ്ട് തന്നെ നിൽസ് പാറ്റേഴ്സൺ എടുക്കാനാണ് ചാൻസ്, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രിഫോ അല്ലെങ്കിൽ ഹോളർ. ബട്ട് മോസ്റ്റ് പ്രോബ്ലി നിൽസ് പീറ്റേഴ്സൺ അല്ലെങ്കിൽ വിൻസ് ഗ്രിഫോ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. ഇനി ഫ്രീ കിക്ക് കൂടുതൽ എടുക്കുന്നത് ജോണതൻ ഷ്മിഡ് ആണ് അവരുടെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രിഫോ. പക്ഷേ ജോണതൻ ഷ്മിഡ് ഒരു ഫ്രീ കിക്ക് എക്സ്പേർട്ട് ആണ്, അതുകൊണ്ട് തന്നെ പുള്ളി തന്നെ ആയിരിക്കും കോർണറും എടുക്കാൻ പോകുന്നത്. ഇനി സ്കോറിംഗ് ഫ്രീക്വൻസി ഒക്കെ ആണെങ്കിൽ അവരുടെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ലൂക്ക വാൽഷ്മിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഇഞ്ചുർഡ് ആണ്, പക്ഷേ കളിക്കുകയാണെങ്കിൽ ഡേഞ്ചറസ് പ്ലെയർ ആണ്, GL ട്രൈ ചെയ്യണം. നിൽസ് പീറ്റേഴ്സൺ ആണ് അവരുടെ സെക്കൻഡ് ബെസ്റ്റ് പ്ലെയർ എന്നുള്ള രീതിയിൽ. പിന്നെ ഗ്രിഫോ ഉണ്ട്, ഹോളർ ഉണ്ട്, സ്കിമ്മിഡ് ഉണ്ട്. ഇനി ക്ലിയറൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ ബെസ്റ്റ് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഡൊമിനിക് ഹെയ്ൻസ് ആണ് അവരുടെ ബെസ്റ്റ് ഡിഫൻഡർ എന്നുള്ള രീതിയിൽ. പിന്നെ മാനുവൽ ഗുൾഡെ, ലെയ്ൻ ഹാർട്ട്, കോച്ച്. നിൽസ് പീറ്റേഴ്സണും ഈവൻ ഫോർവേഡ് ആണെങ്കിലും നല്ലൊരു ക്ലിയറൻസ് എടുക്കുന്ന ആളാണ്. ഇനി ലോങ് ബോൾസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിഫൻഡർ റോബിൻ കോച്ച് ആണ്, പിന്നെ ഡൊമിനിക് ഹെയ്ൻസ് നല്ലൊരു പ്ലെയർ ആണ്, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. യെല്ലോ കാർഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹോഫ്ലറിന് കൂടുതലും യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്, ഹോളറിനും കിട്ടിയിട്ടുണ്ട്. റെഡ് കാർഡ് ഗ്രിഫോയ്ക്ക് കിട്ടിയിട്ടുണ്ട്, ഹാവറിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീമിൻ്റെ ലാസ്റ്റ് കുറച്ച് മാച്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3-3 ഡ്രോ, അതിന് മുന്നത്തെ മാച്ച് 1-0 ലോസ്, അതിന് മുന്നേ 1-1 ഡ്രോ, പിന്നെ 3-1 ജയിച്ചു, പിന്നെ 1-0, 2-0, 1-1, 1-0. നിങ്ങൾക്ക് ഇതിലെല്ലാം കാണാമെന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർലി 1-2-3 മാച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാത്തിലും ഒരു 1-1 സ്കോർ ലൈൻ തന്നെയാണ് നിങ്ങൾക്ക് ബേസിക്കലി കാണാൻ പറ്റുന്നത്. കാരണം അവരുടെ ഗോൾ കീപ്പേഴ്സ് വളരെ നല്ല ഗോൾ കീപ്പേഴ്സാണ്, ഗോൾ കീപ്പേഴ്സിൻ്റെ റേറ്റിംഗ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ലിവർകൂസൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലിവർകൂസൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കറിയാം കെമർ ഡെംബ്രേബിയാണ് അവരുടെ മിഡ്ഫീൽഡർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലെയർ, പിന്നെ കെവിൻ വോളൻറ്റ്, പലാഷ്യസ്, അമീറി, പോളിനിയോ, ഹാവറിറ്റ്സ്, ബെൻഡർ, എലാരിയോ, ബെൻഡർ. ഇനി ഗോൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹാവറിറ്റ്സ് ആണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്, കെവിൻ വോളൻ രണ്ടാമത്, പിന്നെ ലുക്കാസ് എലാരിയോ ഞാൻ GL ട്രൈ ചെയ്യാൻ പറഞ്ഞ പ്ലെയർ ആണ്, പിന്നെ മൗസ ഡിയാബി GL നല്ലൊരു പ്ലെയർ ആണ്, ബെലറാബി നല്ലൊരു പ്ലെയർ ആണ്, പൊലീനിയോ നല്ല പ്ലെയർ ആണ്, ലാർസ് ബെൻഡർ ഇഞ്ചുർഡ് ആണ്, കളിക്കാൻ ചാൻസ് ഇല്ല, ഡെംബ്രാബി ഒറ്റ ഗോളേ അടിച്ചിട്ടുള്ളൂ, ബട്ട് ഇമ്പോർട്ടൻറ്റ് മിഡ്ഫീൽഡർ ആണ്.
അസിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോളന്റ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെല്ലറാബി പിന്നെ ഡെമറാബി കൂടുതൽ അസിസ്റ്റ് കൊടുക്കുന്ന പ്ലെയറാണ്. ഹാവറിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അരാങ്ക്വസ് ഞാൻ പറഞ്ഞു GL. നഡീം അമീറി നിങ്ങൾക്ക് GL ഡെഫിനറ്റ്ലി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇനി പെനാൽറ്റി കൂടുതൽ എടുക്കാൻ പോകുന്നത് ഹാവറിറ്റ്സ് തന്നെ ആയിരിക്കും. അലാറിയോ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അലാറിയോ എടുക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഹാവറിറ്റ്സ് ആണ് അവരുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ, അതുകൊണ്ട് ഹാവറിറ്റ്സ് എടുക്കാനാണ് ചാൻസ് കൂടുതൽ. ഇനി ഫ്രീ കിക്ക് ആണെങ്കിൽ ഡെമറബിയാണ് എടുക്കാൻ ചാൻസ് കൂടുതലുള്ളത്. ഇനി ലോങ് ബോൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടപ്സോബിയാണ് അവരുടെ ഡിഫൻഡർ മെയിൻ ആയിട്ടുള്ളത്. വിങ്ങറായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നെ അലക്സാണ്ടർ രാജോവിക്, പിന്നെ ജോണതൻ താ ഞാൻ പറഞ്ഞു കളിക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. പിന്നെ അരാങ്ക്വസ്. പിന്നെ ക്ലിയറൻസ് നോക്കുകയാണെന്നെങ്കിൽ ടപ്സോബ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. ജോണതൻ താ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്വെൻ ബെൻഡറും നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. റെഡ് കാർഡ് ലോൺ ബെയിലിക്ക് കിട്ടിയിട്ടുണ്ട്. കേരം ഡെമറബിക്ക് ഒറ്റതവണ കിട്ടിയിട്ടുണ്ട്. പിന്നെ ജോണതൻ താ. ഇനി അവരുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മാച്ച് നിങ്ങൾക്കറിയാം, ലാസ്റ്റ് മാച്ച് അവർ തോറ്റു. പിന്നെ അതിന് മുന്നത്തെ മാച്ച് 3-1 ജയിച്ചു. വർഡർ ബ്രഹ്മനുമായിട്ടുള്ളത് 4-1, പിന്നെ ഉള്ളത് 3-1, പിന്നെ ഉള്ളത് 4-0, 3-1. നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം ക്ലീൻ ഷീറ്റ് വളരെ വളരെ കുറവാണ്. മിനിമം ഒരു ഗോളെങ്കിലും ഓപ്പോസിഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ കളി ഒരു എക്സെപ്ഷനാണ്. ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ മാച്ചസിലും മിനിമം ഒരു ഗോളെങ്കിലും അവർ അടിച്ചിട്ടുണ്ട്. സോ ഒരു ക്ലീൻ ഷീറ്റ് എക്സ്പെക്റ്റ് ചെയ്തു. ഒരൊറ്റ ടീമിൽ മാത്രമേ നിങ്ങൾ ക്ലീൻ ഷീറ്റ് എങ്ങാനും കൊടുക്കാവുള്ളൂ GL. ബാക്കി ഒരു ടീമിൽ നിങ്ങൾ ക്ലീൻ ഷീറ്റ് നോക്കാൻ പോകരുത്. ഇനി അവർ തമ്മിലുള്ള HTH നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ ലാസ്റ്റ് മാച്ച് 1-1 ആണ്, പിന്നെ 2-0, പിന്നെ 0-0, പിന്നെ 0-0. കൂടുതലും ഡ്രോ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് സ്കോർ ലൈൻ പിന്നെ ഈ സ്കോർ ലൈൻ ഇതെല്ലാം പോസിബിൾ ആണ്. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി എല്ലാ രീതിയിലും നിങ്ങൾ ട്രൈ ചെയ്യണം. ഇനി ഞാനിവിടെ സെറ്റ് ചെയ്തേക്കുന്ന ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലീൻ ഷീറ്റ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ നിങ്ങൾ ഇതിന് പോകണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കത്തില്ല. ഞാൻ ബെറ്റിംഗ് ഓഡ്സിൻ്റെയും അല്ലെങ്കിൽ സേഫർ സൈഡ് എന്നുള്ള രീതിയിലാണ് ഇതിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ബേസിക് ടീം എന്നുള്ളത്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഞാൻ ഡെമറബെ മാറ്റി ബൗളിങ്ങിനെയാണ് എടുത്തിരിക്കുന്നത്. കാരണം പ്രോബബിൾ 11 നമുക്ക് ഡെമറബെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പുള്ളി എടുത്തത്. പക്ഷേ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതിൽ ഞാൻ എടുത്തേക്കുന്ന ക്യാപ്റ്റൻ ഹാവറിറ്റ്സും വൈസ് ക്യാപ്റ്റൻ ഡിയാബിയും ആണ്. പക്ഷേ കൂടുതൽ ആൾക്കാർ എടുത്തേക്കുന്ന വൈസ് ക്യാപ്റ്റൻ ഡെമറബെയും അതുപോലെ എസ് ബെൻഡറിനെയാണ്. പക്ഷേ ഡിയാബി ഇവർക്കെതിരെ കുറച്ച് കോൺഫിഡൻസ് ഉള്ള പ്ലെയറാണ്. അതുകൊണ്ടാണ് ഞാൻ വൈസ് ക്യാപ്റ്റൻ ഇവിടെ കൊടുത്തത്. പക്ഷേ നിങ്ങൾക്ക് വൈസ് ക്യാപ്റ്റൻ ചോയ്സ് SL എന്ന് പറഞ്ഞാൽ എൻ പീറ്റേഴ്സൺ നല്ലൊരു ചോയ്സാണ്. പിന്നെ ഗ്രിഫോ നല്ല ചോയ്സാണ്. ഹോഫ്ലർ നല്ല ചോയ്സാണ്. ഈ ബോഗ്മിനർ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, കഴിഞ്ഞ കളിയിൽ 4-1 അവർ തോറ്റെങ്കിലും ഒരൊറ്റ ഗോൾ സെക്യൂർ ചെയ്തിരിക്കുന്ന ഈ ഒരു പ്ലെയർ ബെഞ്ചിൽ നിന്ന് വന്നപ്പോഴാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാണാം വാൽഷ്മിറ്റ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. നല്ല പ്ലെയറാണ്. പിന്നെ ലൂക്കാസ് ഹോളർ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. അവരുടെ GL പുണ്ടാണ്. 9.39% സെലക്ഷനുള്ളൂ. പിന്നെ ഉള്ളത് ലൂക്കാസ് അലാറിയും വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. എസ്പെഷ്യലി കായ് ഹാവറിറ്റ്സിൻ്റെ ഫ്രൈബർഗിനെതിരെയുള്ള സ്റ്റാറ്റ്സ് വളരെ പുവറാണ്. അതുകൊണ്ട് തന്നെ ലൂക്കാസ് അലാറി നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യും. GL-ആണെങ്കിലും ഡീഫോൾട്ടായിട്ട് എല്ലാവരും SL എടുക്കാൻ പോകുന്ന പ്ലെയർ എന്ന് പറഞ്ഞാൽ ഹാവറിറ്റ്സും അതുപോലെ പീറ്റേഴ്സണുമാണ്. അവരുടെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ പീറ്റേഴ്സൺ ആണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കോളാസ് ഹോഫ്ലർ ആണ്. നിക്കോളാസ് ഹോഫ്ലർ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. GL ഡെഫിനറ്റ്ലി നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ ജൂലിയൻ ബോഗ്മിനർ കഴിഞ്ഞ കളിയിൽ വന്നു ഗോൾ അടിച്ച പ്ലെയറാണ്. അതുകൊണ്ട് ഈ കളി സെക്യൂർ പൊസിഷൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GL നോക്കാം. അരാങ്ക്വസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു GL പുണ്ടാണ്. ഇതുവരെയും വലിയ കാര്യമായിട്ടുള്ള പെർഫോമൻസ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ കൂടെ പെർസെൻറ്റേജ് സെലക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുന്നുള്ളൊരു പ്ലെയറാണ്. എങ്ങാനും 1-1 സ്കോർ ലൈനോ അല്ലെങ്കിൽ 1-0 സ്കോർ ലൈനോ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതുപോലെ മൗസ ഡിയാബി ഞാൻ നേരത്തെ പറഞ്ഞു ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. അതുപോലെ കാരിം ബെൽറാബി ഞാൻ ഇവിടെ എടുത്തിട്ടില്ല. കാരണം കാരിം ബെൽറാബിയെ നമുക്ക് പ്രോബബിൾ ലൈനപ്പിൽ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ അവരുടെ 4 ഡിഫൻഡേഴ്സാണ് എടുത്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ പ്രോബബിൾ ലൈനപ്പ്. സ്വെൻ ബെൻഡറാണ്, പിന്നെ ജോണതൻ താ, പിന്നെ ബാക്കി 2 ഡിഫൻഡേഴ്സിനെ എടുത്തിരിക്കുന്നത് എഡ്മിൻ തപ്സോബയും അതുപോലെ ഡെയിലി സിംഗ്രാമനുമാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സാണ്. ഞാൻ പറഞ്ഞു താ കളിക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. കുറേ നാളത്തേക്ക് കഴിഞ്ഞിട്ട് കളിക്കുവാണ്. സ്വെൻ ബെൻഡറും അതുപോലെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് അവരുടെ. പിന്നെ ഓപ്പോസിഷൻ കളിക്കുന്ന ഫ്രൈബർഗിൻ്റെ ഗോളീസ് ഇപ്പോൾ 2 പേരാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളീസാണ്. നിങ്ങൾ ഇവിടെ കാണാം. ലുക്കാസ് ഹാഡ്രിക്ക് ആണെങ്കിലും അലക്സാണ്ടർ ആണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളീസാണ്. കാരണം അവരുള്ളത് കൊണ്ടാണ് അധികം ഗോൾസ് കയറാതിരുന്നത്. പക്ഷേ ലാസ്റ്റ് മാച്ച് ഫ്രൈബർഗിൻ്റെ 3-3 ആണ്.
പക്ഷേ എന്നിരുന്നാലും ലെവർകൂസൻ്റെത് 4-1 ആണ്. ഇങ്ങനെ ഒരു റിട്ടേൺ എപ്പോഴും സംഭവിക്കാം ഒരു ടീമിന്. എത്ര നല്ല ടീമാണെങ്കിൽ, എത്ര നല്ല ഗോളിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗോൾസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാം ചില മാച്ചസിൽ. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ബേസ് ടീം ഇതാണ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ ചോയ്സിൽ ഡെഫിനറ്റ്ലി പോകാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള GL പോയിന്റ്സിനെ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന GL പോയിന്റ്സ്. നിങ്ങൾ ദയവായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിൽ എത്തിക്കുക. അപ്പോൾ ഇനി ഇതുപോലത്തെ ഇൻഫോർമാറ്റീവ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരാം. പിന്നെ ഞാൻ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സേഫ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതായിട്ടുള്ള മാച്ചസിൻ്റെ കാര്യം മാത്രമേ ഇത്രയധികം ഡീറ്റെയിൽ ആയിട്ട് പറയത്തുള്ളൂ. വെറുതെ നിങ്ങൾ എല്ലാ മാച്ചും കൂടെ കളിച്ച് നിങ്ങളുടെ ക്യാഷ് കളയരുത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വീഡിയോ വളരെ ഇമ്പോർട്ടൻറ്റ് മാച്ചസിന് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും